ഒരു പുതിയ ഫണ്ണി വീഡിയോ ആയിട്ടാണ് കുറേ നാളായിട്ട് നമ്മൾ ഫണ്ണി വീഡിയോസ് ഒന്നും ഇടുന്നില്ല. ഓക്കെ, നമ്മൾ ഫണ്ണി വീഡിയോസ് ഒന്നും ഇപ്പം ഇടാറില്ല. എന്തെന്ന് വെച്ചാൽ നമ്മൾ ഫണ്ണി വീഡിയോസ് അത്ര ഇങ്ങോട്ട് കാര്യമായിട്ട് നോക്കാറും പോലും ഇല്ല. എന്തെന്ന് വെച്ചാൽ അത്രയും വലിയ കാര്യമൊന്നുമല്ല ഫണ്ണി വീഡിയോസ്. എന്നാലും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഫണ്ണി വീഡിയോസൊക്കെ ഇട്ട് ഫോളോ ആവാം ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് ഒരു PP വാക്ഷൻ എന്ന് പറയുന്ന ഒരു ആൾക്കാരെ ഫണ്ണി വീഡിയോസാണ് കാണാൻ പോണത്. ഫണ്ണി വീഡിയോസ് അല്ല, ഒറ്റൊരു വീഡിയോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. നല്ല വീഡിയോ കാര്യങ്ങളൊന്നും ആണ് ഗൈസ്. ചിലപ്പോൾ ചെറിയൊരു ലെങ്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നവർ എല്ലാവരും ഒന്ന് പെട്ടെന്ന് ഒന്ന് കാണുക ഗൈസ്. ഞാൻ മറ്റേ ഗ്രാനി ഇട്ടത് ബോറായെന്ന് തോന്നുന്നു ഗൈസ്. മറ്റേ ഒരു ഗ്രാനി ഞാൻ ഇട്ടായിരുന്നു, നേരത്തെ ഒരു ഗ്രാനി ഞാൻ ഇട്ടായിരുന്നു ഗൈസ്. ഭയങ്കര ചിരി എന്നൊക്കെ പറഞ്ഞു. അത് അത്രയും വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. ഇതിച്ചു കൂടെ ഒന്ന് ചിരിക്കാതെ കാര്യങ്ങൾ പറയുക ഉണ്ട് ഗൈസ്. അപ്പം നമുക്ക് നേരെ കൊണ്ട് പോവാം ഗൈസ്. അപ്പം ചിരിച്ചിട്ട് വരാം. ഹലോ ഗൈസ്, വീണ്ടും നമ്മൾ എത്തിയിരിക്കുകയാണ്. കാരണം നമ്മളെ വീഡിയോ അങ്ങോട്ട് കാണിക്കാൻ പോവുകയാണ്. കിടില വീഡിയോ കാര്യങ്ങൾ പറയുക ആള് കേട്ടോ സുഹൃത്തുക്കളെ. നിങ്ങൾ ഞാൻ നേരെ ഇവിടെ ഇടയാണ്, സെറ്റ് വീഡിയോ ആണ്. നിങ്ങൾ കണ്ടോക്ക്, പൊളിയാണ്. ഓക്കെ, നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്താലാ. PP മനുഷ്യനാണ്. ഇന്നലെ ഞാൻ ക്ലാസ്സിൽ എന്താ പഠിപ്പിച്ചേ? ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ പഠിപ്പിച്ചത് ആരെങ്കിലും ഒന്ന് ഉത്തരം പറഞ്ഞേ. ഞാൻ ഇന്നലെ എന്താ പഠിപ്പിച്ച ലോലു പറ. ചുണ്ടോള ആരും കണ്ട അതന്നെ ശരിയാണ്. ഉമ്മ വയ്ക്കുന്നതൊക്കെയാണ് പോണത്. ബ്രെയിനിനെ പറ്റിയാണ് ഇന്നലെ പഠിപ്പിച്ചേ. എന്നാ പറ, ബ്രെയിനിൽ എത്ര പാർട്ടുണ്ട്? ഗൈസ് നമ്മൾ ഒന്നൊന്ന് ബാക്കിലോട്ട് എടുക്കുകയാണ്. എന്താന്ന് ചോദിച്ചാൽ ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാൻ. ബ്രെയിനിനെ പറ്റിയാണ് ഇന്നലെ പഠിപ്പിച്ചേ. ഗൈസ് ദാണ്ട ഈ സൈഡില് മോഹൻലാൽ ഫാൻസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് വരുന്ന മോഹൻലാൽ ഫാൻസ്. ഓക്കെ, പിന്നെ ഇവിടെ എന്താ, ഇവിടെ DQ ഫാൻസ്, ദുൽഖർ സൽമാൻ ഫാൻസ്, ലവ് മമ്മൂട്ടി ഉയരെന്ന് പോളി. അത് സെറ്റായത്, അത് സെറ്റ് കേട്ടോ. ആ ആനിമേഷൻ സെറ്റ്. സാറേ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് അറിയാന്ന് സാറിന് അറിഞ്ഞൂടെ? പിന്നെ എന്തിനാ സാറേ നമ്മളെ പരീക്ഷിക്കുന്നേ? നമ്മൾ അങ്ങനെയാണോ? നമ്മൾ അങ്ങനെയാണോ? നിങ്ങൾ അങ്ങനെയാണ്. ഉത്തരം പറയണോ? എടാ, ബ്രെയിനിന് എത്ര പാർട്ട് വരെ ഇറങ്ങി പറഞ്ഞാ? പറഞ്ഞിട്ട് കാര്യമില്ല. നീ ക്ലാസ്സിൽ തീരുന്നവർ ഇങ്ങനെ തന്നെ നിന്നോ മാങ്ങേ. സാറും കൂടെ എന്റെ ഇരട്ട പേര് വിളിക്കല്ലേ സാർ? അങ്ങനെ വിളിച്ച എനിക്ക് നല്ല ഫീലായി. ഇനി ഇവന്മാരത് വിളിച്ച് എന്നെ കളിയാക്കും എപ്പോഴും. എന്നാലും സാറങ്ങനെ പറയണ്ടായിരുന്നു. വിഷയം മാറ്റിയതൊക്കെ മതി. അറിഞ്ഞോടെങ്കിൽ പറഞ്ഞ പോലെ ഇരിയടാ. അമിതവണ്ണമോ കുടവേറോ കാരണം ബുദ്ധിമുട്ട്. ദൈവമേ, സൈലന്റ് ആക്കാൻ മറന്നുപോയി. നീ നൈസിൽ അതങ്ങ് മാറ്റിയല്ലേ. എന്റെ 1000 പാടിയത് ലോലു അല്ലേടേ? അതെ സാർ. ഫോൺ വരെ കൊണ്ടുവന്ന് സ്കൂളിൽ ഫോൺ വരെ കൊണ്ടുവന്ന് നിരോധിച്ചാണ്. പണ്ടേ നിരോധിച്ചല്ലേ, നേരത്തെ സ്കൂളിലില്ല മോനെ. ലോലു അവിടെ നിന്ന് എണീക്ക്, ക്ലാസ്സിൽ നിന്ന് ഇറങ്ങടോ. എങ്ങനെ ഇരിക്കുന്നു? ലോലു ക്ലാസ്സിൽ ലോലു ക്ലാസ്സിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ബെല്ലടിച്ച്. ഭാഗ്യമുണ്ട് ലോലുവിന്.
ഏത് വിഷയമാണ് ഇപ്പൊ? സുമേഷ് സാറിന്റെ വിഷയം. അതെയാ, പോളി. ഗുഡ് മോർണിംഗ് സാറേ, സുമേഷ് സാറ് ഗൈസ്, ഇതാണ് നമ്മളെ സുമേഷ് സാറ്. നല്ല മുഖപരിചയം കാണും ഗൈസ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും വെച്ച് നിങ്ങളെ കണ്ടു കാണും, ഉറപ്പിച്ചു. ഇതാണ് നമ്മളെ സുമേഷ് സാറ് ഗൈസ്. എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്, റോട്ടി വെച്ച് കണ്ടിട്ടുണ്ട്. മോർണിംഗ് എല്ലാവരും ഇരിക്ക്. നമ്മൾ ഏതുവരെ പഠിപ്പിച്ചു? അന്ന് നമ്മളെ പഠിപ്പിച്ച് നിർത്തിയത് വരെ. അവൻ എല്ലാവരും ഒന്ന് കയ്യടി കൊടുത്ത്. വാസു കിട്ടിയല്ല. എടാ ഇതെന്തിന്? എടാ ഇതൊക്കെ എന്ത് ആനിമേഷനാ? ഇതാണ്ടാ പല്ലി. ഗൈസ്, നമുക്ക് ഇത് ഭയങ്കര കിടിലമായിട്ടുണ്ടെന്നൊരു സംശയം. നിനക്കും കിട്ടിയല്ല രാവിലെ തന്നെ മാങ്ങ. തുടങ്ങും. Guys, ദാ ഇവിടെ എഴുതിയിട്ടുണ്ട് ആരെയാ ഇൻസ്റ്റാഗ്രാം 10_ISS. നിങ്ങൾ അടിച്ചു നോക്ക്. കണക്ക് മാഷേ _Siddharth-SID. ഇവിടെ എന്തായാലും എഴുതിയിട്ടുണ്ട് പയ്യൻസ് പേടിച്ചു പോയോ. ഗൈസ്, എനിക്കൊന്നും മനസ്സിലായില്ല. പയ്യൻസ് പേടിച്ചു പോയോന്നായിരിക്കും. ഇത്തരം ഉണ്ട്. പിള്ളേർക്കൊക്കെ എന്നെ പുല്ല് വേല. സാർ റബ്ബർ ബാൻഡ് അടിക്കണ ഏതോ പൊട്ടെ. നിങ്ങളൊക്കെ കണ്ട ബുക്കട്. അയ്യോ, ഇപ്പൊ ക്ലാസ് തുടങ്ങും. ലോലു, നിന്റെ 1000 ഐക്യം എടു. സാറേ, നമ്മൾ എപ്പോഴാ ടൂറൊക്കെ പോകുന്നേ? അന്നത്തെ പ്ലാനൊക്കെ എന്തായി? എടാ മോനെ, അത് നമ്മൾ ഫസ്റ്റ് തീരുമാനിച്ചത്. ബാക്കിയൊക്കെ ഓന്തവേ. പിന്നെ ഇപ്പൊ താൽക്കാലികമായിട്ട് നീട്ടേണ്ടി വന്നതിന്റെ കാരണം ബസ്സാണ്. ബസ്സിന്റെ കേസൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇതാണ് മെയിൻ പ്രശ്നം. വേറെയും പ്രശ്നങ്ങളുണ്ട്. അതാണ് ഇത്. സാർ ബെല്ലടിച്ച്. സാർ ഇന്റർവെല്. ഒറ്റയടിക്കുക ബെല്ലടിപ്പിച്ച് ഇവരെ തന്നെ ബെല്ലടിപ്പിച്ച്. ഭയങ്കര 1000 ഐക്യം തന്നെ റിയലി. ഇതിന്റെ പേര് തന്നെ, ടൈറ്റിൽ തന്നെ നിങ്ങൾ നോക്ക്. ദ ബാഡ് ബോയ്സ് എന്നാണ് ടൈറ്റിൽ എഴുതുന്നത്. ഏതാ സിനിമയുടെ ടൈറ്റിലാണ്. ആരും പോവല്ലേ, ഞാൻ ഒന്ന് പറഞ്ഞു തീരട്ടെ. വീട്ടിൽ പറയുന്നത് എന്തൊക്കെ പറച്ചില് ഗൈസ്, എല്ലാം പറച്ചില് തന്നെ. ഫുള്ള് പറഞ്ഞു ഇനി എനിക്ക് തോന്നുന്നു ലാസ്റ്റ് പീരീഡ് വരെ ആവുന്നു. ദൈവമേ, പറഞ്ഞത് പണിയായ. അപ്പോൾ നമ്മൾ അവിടെ കേറുന്നു, പിന്നെ ഇവിടെ കേറുന്നു, പിന്നെ അവിടെ പോകുന്നു, പിന്നെ അങ്ങനെ നല്ല സമയം പോയി. ഇന്റർവെല്ലിൽ ഞാൻ അടുത്ത പീരീഡ് ആയി. സാറേ, ഇന്റർവെല്ല് കഴിഞ്ഞു പോണില്ലേ? ഓ സോറി, ടാറ്റ ബൈ ബൈ. അളിയാ, ഞാൻ പറഞ്ഞു വന്നതേ, സ്കൂള് ലൈഫാണ്. ഇങ്ങനെയൊന്നും നടന്നാ പറ്റൂല. നമുക്ക് ക്ലാസ് കട്ട് ചെയ്താലോ? അളിയോ, അതൊക്കെ വേണോ? നമുക്ക് പഠിച്ച് ജോലി വാങ്ങണ്ടേ? ഒരു ദിവസം പഠിച്ചിട്ട് നീ ജോലി വാങ്ങണ്ട. പറഞ്ഞെങ്കി വാടാ, നോ നിർബന്ധം. ഞാൻ എല്ലാം കേക്കുന്നുണ്ട്. ഗൈസ്, ഇവിടെ സൈഡിലൊരാള് നിപ്പുണ്ട്. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. നിക്കുന്നു ഗൈസ്. ആ പൊട്ടത്തലയില് എന്താ മുയലിന്റെ പല്ലുള്ള ഒരാളാണ് നിക്കുന്നത്. ഞാൻ പറഞ്ഞ കേട്ടെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. ചാടാൻ വല്ല പ്ലാൻ ഉണ്ടാ? നാണം ഉണ്ടാടാ നമ്മൾ പറയണത് കേട്ടോണ്ടിരിക്കാൻ. ചാടാനാ? എവിടെ ചാടാൻ? നിന്നെ പോലുള്ള ഉമ്മാരാണ് ഫേക്ക് ന്യൂസ് ഒക്കെ ഇറങ്ങണത്. ഇപ്പൊ എങ്ങനെ ഇരിക്കണേ? എടാ, ഞാനൊക്കെ പാവല്ലേടാ. ഓ, പാവം തന്നെ. ഇനിങ്ങനെ ഒളിഞ്ഞു കേട്ട തലമണ്ടിൽ കല്ലെടുത്തെറി. മനുഷ്യനെ കുറിച്ച് കന്തസ് വേണം. തള്ള ഇവിടെ ഫുൾ അപമാനം. ഞാൻ പോണ്. അളിയോ, നമ്മൾ ക്ലാസ് കട്ട് ചെയ്യുന്നത് ടീച്ചർമാർ പിടിച്ച തീർന്നു.
എടാ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കലോത്സവമായതുകൊണ്ട് പ്രാക്ടീസുകളൊക്കെ അല്ലേ, അതുകൊണ്ട് ആരും ശ്രദ്ധിക്കേ. വിളിയോ ക്ലാസ് കട്ട് ചെയ്യുമ്പോ 10 ഡിയിലുള്ള അവന്മാരും കൂടി വിളിക്കണം. കലിപ്പാണെങ്കിൽ അവന്മാർക്കും കൂടി ആവട്ടെ. ഇവന്മാരെന്നെ പറ്റി വിചാരിച്ച് വെച്ചിരിക്കണത് ഇത്ര ഉള്ളു അല്ലേ? നിങ്ങൾ പോയി ചാടേണ്ട മതിലിന്റെ അവിടെ നില്ലേ, ഞാൻ ബാഗൊക്കെ എടുത്ത് എറിഞ്ഞു തരാം. പിന്നെ അവന്മാരും കൂടി വിളിച്ചോണ്ട് വരാം. എടോ മതിലിപ്പോ എങ്ങനെ ചാടും? അതിനല്ലേ ദോ 11. എന്നെ ഇവിടെ വിളിച്ചോണ്ട് വന്ന് നിന്നെ കൊണ്ട് ഒരു ഉപയോഗം ഉണ്ട്. നമ്മളെല്ലാരും നീ മതിലിന്റെ അപ്പുറത്തെത്തിക്കണം. പറ്റുമോ? അതിന് ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണം? നീ ജസ്റ്റ് കുനിയുന്നു, നമ്മൾ കേറും, നല്ല ഇത് പ്ലാനാണ്. അപ്പുറത്ത് ചാടുന്നു. ഇത്രയേ ഉള്ളൂ. ഓ, നിങ്ങൾ ക്ലാസ് കട്ട് ചെയ്യാൻ പോവാണല്ലേ? അതെ, ഞാനപ്പൊ എങ്ങനെ ചാടും? തൽക്കാലം നീ വരണ്ടളിയാ. എന്നാ എനിക്കൊരു ബിരിയാണി വാങ്ങി തരുവോ? പിന്നെന്ത്, ഒന്നല്ല രണ്ടെണ്ണം നിന്റെ ശരീരത്തിന് ഞാൻ വാങ്ങിച്ചു തരാം. ആദ്യം ഞാൻ തന്നെ കേറും. ലോലു കറക്റ്റ് സ്ഥലത്ത് തന്നെ ചാടി. എന്താടാ സാറ് വല്ലതും ഉണ്ടോ? ഞാൻ പോട്ടാ. സാറും തേങ്ങയൊന്നല്ല, നീ ചാടി ഒന്ന് നോക്ക്. എടാ, പബ്ലിക് ഒപ്പീനിയൻ ഒക്കെ ചോദിക്കുന്ന ന്യൂസ് റിപ്പോർട്ടർ അല്ലേ അത്? ന്യൂസ് റിപ്പോർട്ടർ. ഏതാ ഒരു ന്യൂസ് റിപ്പോർട്ടറിന്റെ അടുത്താണ് ചെന്ന് ചാടിയത്. നല്ല പണിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവർക്ക്. അവര് നമ്മളെ കണ്ട സീനാണ്. ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അത് ടിവിയിലൊക്കെ അപ്ലോഡ് ചെയ്ത് നാണം കെടുത്ത് ഒരു വകയാക്കും. എന്നാ പോവാ. അതിനെന്തോടാ കുഴപ്പം? നമുക്ക് ഫേസ് ഒക്കെ ക്യാമറയിൽ കാണിച്ചിട്ട് ഉത്തരം പറഞ്ഞ പോരെ, ഫേമസ് ആയില്ലേ? കഴിഞ്ഞ സമയായി. പോവാം. ഇവിടെ നിന്ന് കൂടുതൽ പ്രശ്നാവേ ഉള്ളൂ. എന്നാവാ പോകാം. നിക്ക് വാസു എവിടെ? എടാ നിങ്ങളൊന്ന് അങ്ങോട്ട് നോക്കിയേ. എടാ, നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ പറയാൻ വന്ന ന്യൂസ് ചാനലാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ ഒക്കെ എന്താണെന്ന് നമുക്കറിയാൻ വേണ്ടിട്ടാണ്. അപ്പൊ എന്താ നിങ്ങളുടെ ഒപ്പീനിയൻ? നിന്റെ ഫഗതിന്റെ ഡയലോഗ് എനിക്ക് പിടിക്കുന്നില്ല കേട്ടാ. പറഞ്ഞോളൂ. ഞാൻ നിന്റെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. നിക്ക്. ഞാൻ അവന്മാരെയും കൂടി വിളിക്കട്ടെ. വാഴകളെ കമോൺ. അപ്പുറത്ത് പോയി നിന്ന് അവരെ ന്യൂസ് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കണം. കണ്ടാണ് അവന്റെ പട്ടിഷോ തീർത്തു കൊടുക്കാം. ഇപ്പോഴത്തെ സമൂഹത്തിന്റെ ഒരു പോക്കിനെ പറ്റി ഒന്ന് പറ. അങ്ങനെ ചോദിച്ചോ വളരെ ബോറാണ്. നിങ്ങൾ സ്കൂൾ സ്റ്റുഡൻസ് അല്ലേ, അപ്പം പഠിത്തത്തിനെ പറ്റിയും ക്ലാസ് കട്ട് ചെയ്യണെ പറ്റിയൊക്കെ എന്താ അഭിപ്രായം? ക്ലാസ് കട്ടടിക്കുന്നത് ചിന്തിക്കാനേ പാടില്ല. അത് വളരെ 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 മോശമാണ്. പിന്നെ പഠിത്തത്തിനെ പറ്റിയാണെങ്കിൽ നമ്മൾ ഇതുവരെ ക്ലാസ്സിൽ കേറാതിരുന്നിട്ടില്ലാത്തത് കൊണ്ട് എല്ലാം മനസ്സിലാവും. പിന്നെ മാർക്കിന്റെ കാര്യത്തിൽ നമുക്ക് കൂടുതലായത് കൊണ്ടും കുഴപ്പമില്ല. ശരി കുട്ടികളെ, ഇത് വൈകുന്നേരത്തെ ന്യൂസ് പറഞ്ഞ പോലെ ചേട്ടാ പറയുമ്പോഴൊക്കെ മുക്കണേ എന്തിനി? മോന്റെ പേരെന്താ? ചോക്കുളം. അച്ഛന്റെ പേര് കോമളൻ. അമ്മയുടെ പേര് കോമളം. സ്ഥലം എവിടെ? കോവളം. ചേട്ടാ അവന്റെ അടുത്ത് ഇനി കൂടുതലൊന്നും സംസാരിക്കണ്ട, നമ്മള് പോട്ടാ. അങ്ങനെ നമ്മൾ ബീച്ചിൽ പോയി. കടല വാങ്ങാൻ പോലും പൈസ ഇല്ലായിരുന്നു. പിന്നെ പുഴയിലും കുളിക്കാൻ പോയി. ചോക്കുളത്തിന് നീർക്കോലി കടിയും കിട്ടി. പിന്നെ റീൽസ് എടുത്ത്. അതുമാത്രം കൊള്ളായിരുന്നു. അങ്ങനെ ഹാപ്പിയായി 6 മണിക്ക് വീട്ടിലെത്തി. ഉച്ചക്കത്തെ ന്യൂസിൽ അമ്മ എന്നെ കണ്ട്. ഉടനെ പ്രിൻസിപ്പാളിനെ വിളിച്ചു. ഉച്ചവരെ കണ്ടെന്നും പ്രിൻസിപ്പാൾ. ഞാൻ തേഞ്ഞു. നല്ലത്. കഥ കഴിച്ച് പോലെ
guys, നമ്മൾ നേരെ നമ്മൾ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. പൊളിയായിരുന്നു ഇന്നത്തെ വീഡിയോ. നല്ല സെറ്റ് വീഡിയോ ആയിരുന്നു, ഒന്നും പറയാൻ പോലില്ല. നമ്മളെ ദ ബോയ്സ് എന്ന് പറയുന്ന ഒരു പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഇട്ടിരുന്നത്. അപ്പോൾ സെറ്റായിരുന്നു, പൊളിയായിരുന്നു. നിങ്ങളെല്ലാവരും തിരിച്ചാണെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് കിടിലം വീഡിയോ ആയിട്ട് വരാം ഗൈസ്. പിന്നെ കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട്. എപ്പോഴും ഇങ്ങനെ എൻ്റെ വീഡിയോ വരുമെന്ന് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കേണ്ട ഗൈസ്. ഇങ്ങനെ ഒരു ഇടവേള ഇട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ട് ചിലപ്പോൾ ഇങ്ങനെ വരും. പിന്നെ എനിക്കിപ്പോൾ വീഡിയോ എടുക്കുന്നതിന് നല്ല ബോറുണ്ട് ഗൈസ്, നല്ല ബോറുണ്ട്. എന്നാലും ഗെയിമിങ്ങിൻ്റെ വീഡിയോ ഇടാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പം അത്ര ഇടാൻ പറ്റുന്നില്ല. എന്നാലും കുറച്ചൊക്കെ കഴിയുമ്പോൾ ഒന്ന് ഗെയിമിങ്ങിൻ്റെ വീഡിയോ ഇടാം. ഓക്കെ ഗൈസ്, പൊളിയാണ്. പിന്നെ നിങ്ങൾ നല്ല വീഡിയോ ഇടുന്ന ഗൈസ്. ഇത് ദ ബോയ്സ് എന്നാണ് പേര്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന വീഡിയോ നമ്മൾ ഇവിടെ ചോങ്ങ വേണ്ടിപ്പോഴേ നമ്മളെ ബൈ ഇന്ന വീഡിയോ നമ്മൾ ഇവിടെ ചോങ്ങ വേണ്ടിപ്പോഴേ ബൈ.